ആനന്ദ് കൊച്ചുകൂടി താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? ഇത് പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പലയിടങ്ങളിൽ പല രൂപത്തിൽ ഇത് കാണുന്നു. കിറ്റിന്റെ രൂപത്തിൽ കാണുന്നു, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാണുന്നു. അടൂരിലൊരു സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ ഇന്ന് പൊട്ടിക്കരയുന്നത് കേൾക്കുന്നു. ഇത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ മലീമസമാക്കുന്നത്? കാരണം ഇത് ഈ അവസാന ദിവസം, ഈ നിശബ്ദ പ്രചാരണത്തിലെ ദിവസങ്ങളിൽ നിശബ്ദമായിട്ട് പ്രചാരണം നടത്തേണ്ടതാണ്. അതിനു പകരം ഒച്ചപ്പാടും ബഹളവും തന്നെയായിരുന്നു ഇന്നും. മഞ്ജുഷ്, ഞാൻ ഈ വിഷയത്തെ അത്ര ലളിതമായിട്ട് ശ്രീ മോഹൻ വർഗീസ് കാണുന്നത് പോലെ ലാഘവത്തോടെ കാണാൻ ഞാൻ തയ്യാറല്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഈ യൂട്യൂബ് ചാനലിലൊക്കെ വിശകലനം നടത്തിയിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടുള്ള സകല ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം നോർമലൈസ് ചെയ്യുകയാണ് ഈ കാര്യത്തെ ചെയ്തത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലെക്സുകളും നോട്ടീസുകളും അടിക്കാൻ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ, കോടികളെന്ന് തന്നെ പറയേണ്ടി വരും, സ്ഥാനാർത്ഥികൾ ചിലവാക്കുന്നത് പോലെ അദ്ദേഹം അതിനോട് സമീകരിക്കുകയാണ് ഈ കൈക്കൂലി കൊടുക്കുന്നതിന്. അത് കേരളത്തിൽ ഇത് അത്ര സുപരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും. ഇപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന്. പക്ഷേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില കോളനികൾ, ചില ഊരുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില മദ്യക്കുപ്പികൾ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇങ്ങനെ വായുവിലുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു കാര്യം കേരളത്തിൽ അങ്ങനെ പരിചിതമല്ലാത്തൊരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതൊരു ഉത്തരേന്ത്യൻ മോഡൽ ഓപ്പറേഷൻ ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പാർലമെൻറ്റിൽ ജയിച്ചത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ കിറ്റുകളും ശോഭാ സുരേന്ദ്രൻ്റെ ഈ പാലക്കാട് ഇന്ന് പിടിച്ച കയ്യോടെ പിടിച്ച റെഡ് ഹാൻഡഡ് എന്ന് പറയില്ലേ, അതുപോലെ കയ്യോടെ പിടിച്ച ഈ ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ നമുക്കറിയാം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അവിടെയുള്ള ചാവക്കാട് താലൂക്കിലുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും അവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഇവർ പ്രതീക്ഷിച്ച അത്രയും കിട്ടുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി പലതരം ഓപ്പറേഷൻസ് നടത്തി. പൂരം കലക്കൽ മുതൽ അവിടെ ബിഷപ്പിനെ കയ്യിലെടുക്കൽ മുതൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി BJP. അവിടെ വോട്ടർമാരെ ചേർക്കുകയും അവിടെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പോകുന്നതും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതുപോലെ ഒരു പാലക്കാട് ശോഭാ സുരേന്ദ്രന് ജയിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. ആ ജയം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇത് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനെ ലാഘവത്തോടെ വളരെ നോർമലൈസ് ചെയ്ത് കാണാൻ ഞാൻ തയ്യാറല്ല. ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്ന തരത്തിലുള്ള കേരളത്തിൽ ജനാധിപത്യം മാറാൻ പാടില്ല. നമുക്കറിയാം കേരളത്തിലെ വോട്ടർമാർ വളരെ നന്ദിയുള്ള ആൾക്കാരാണ്. അവർ കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ കിറ്റുകളും ഒക്കെ വാങ്ങിച്ച ആൾക്കാർ വോട്ട് ചെയ്തതാണ്. അത് കണ്ടിട്ടും പിന്നെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നടത്തിയ ചില ഓപ്പറേഷൻസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് ഇങ്ങനെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഉറപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും പിന്തുണച്ചുകൂടാ. ശോഭാ സുരേന്ദ്രൻ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ പലതവണ മത്സരിച്ച ആളാണ്. മത്സരിച്ച് തോറ്റെങ്കിലും അവർ ഓരോ തവണ മത്സരിക്കുമ്പോഴും അവരുടെ ലീഡ് ഉയർത്തുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ എന്തെങ്കിലും ജയിക്കും. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് ഞാനിതിലൂടെ കാണുന്നത്. BJPയുടെ ഗോസായി രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാട് മോഡൽ രാഷ്ട്രീയം ഇവിടെ കേരളത്തിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി ഞാൻ പറയുന്നു. ശരി, CP റാഷിദ്, ഇത് നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നായി മാറുമോ ഇത്തരത്തിലുള്ള വോട്ടിന് പണം എന്നുള്ളത്? ശോഭ പറയുന്നത് പക്ഷേ അവരെ കൊടുക്കുവാനുള്ള ശ്രമം എന്നാണ്. ഇത് ശോഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ. പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കണ്ടുവരികയാണ്. അതിൽ ഇത്തരത്തിൽ വോട്ടിന് പണം മാത്രമല്ല, വ്യക്തി അധിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അനഭിലഷണീയമായ കാര്യങ്ങൾ.
ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ സാധാരണഗതിയിൽ BJP-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായിരിക്കും ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് വ്യക്തിപരമായി ഞാനും വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പറഞ്ഞു വന്ന നിലവിലുള്ള ഇന്നത്തെ ഈ വിവാദം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു പാറ്റേൺ ആണ്. വിവാദങ്ങളുടെ ഒരു അറ്റം അത് തെരഞ്ഞെടുപ്പ് തലേന്ന് നടക്കുന്ന ഒരു വിവാദത്തിന്റെ അവസ്ഥ എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് ഇതൊരു BJP വോട്ടേഴ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച വോട്ടേഴ്സിനെ ഈ ഒരു വിഷയം ആ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഗ്രാഫിൽ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അതേപോലെ തന്നെ ജനസ്വീകാര്യതയിലേക്കും എളുപ്പം ഡൈവേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ഒരു 4%, 5% വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പൊതുവിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാൻ എന്റെ ശ്രദ്ധ ഞാൻ അതിലേക്ക് കൊടുക്കാറില്ല. ഞാൻ പൊതുവെ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് എങ്ങോട്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കുന്ന കാര്യം. അതെങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ BJP ഒരു നിർണായക ശക്തിയായി മാറും എന്നൊക്കെ രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്? പക്ഷേ UDF-ന് ഒരു തരംഗത്തിന് സഹായത്തോടെ ജയിച്ചു കയറാം എന്നത് മുതൽ അറ്റപ്പറ്റേ ജയിച്ചു കയറാം എന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. അതിൽ ഏതിനൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത് ഇന്ന് വരെയുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ? തെരഞ്ഞെടുപ്പ് തലേന്നാണ് നിലവിൽ വന്ന സർവേകളോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ BJP-യുടെ കാര്യത്തിൽ BJP ഒരു കുറച്ച് കാലങ്ങളായി 10-15 വർഷത്തിനിടയിൽ ഒരു ഗ്രാജുവലിയുള്ള വളർച്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ഒരു 4-5 സീറ്റിലേക്ക് എത്താനുള്ള സാധ്യത വലിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ SAR വന്നതോടുകൂടി BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് വെട്ടപ്പെട്ടു പോയ വോട്ടുകൾ ഏത് രീതിയിൽ തിരിച്ചെത്തപ്പെട്ടിട്ടുണ്ടോ അതിന്റെ സ്വാധീനം എത്രത്തോളം എന്നുള്ളതായിരിക്കും BJP-യുടെ റിസൾട്ടിനെ അത് നേമം മുതൽ പാലക്കാട് മഞ്ചേശ്വരം വരെയുള്ള സീറ്റുകളെ സ്വാധീനിക്കാൻ പോകുന്നത്. അത് അന്തിമ റിസൾട്ടിൽ ഒരുപക്ഷെ നെഗറ്റീവായി ഈ BJP സ്ഥാനാർത്ഥികളെ BJP രാഷ്ട്രീയത്തെ ബാധിക്കാനുള്ള കേരളത്തിൽ ഒരു സാധ്യത അതിൽ ഉണ്ട്. അതായത് SIR BJPക്ക് എതിരായി വരുമെന്നുള്ളതാണോ താങ്കൾ? BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിലാണ് SAR ലിസ്റ്റ് വന്നപ്പോൾ വലിയ രീതിയിൽ നമ്പറുകളിൽ വോട്ടുകൾ പുറത്തേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ മറ്റും അറിയാൻ കഴിഞ്ഞത്. ആ അളവിൽ അത് തിരിച്ചു കയറിയില്ല എങ്കിൽ BJP-യുടെ നമ്മൾ പലപ്പോഴും BJP-യെ നമ്മൾ വിലയിരുത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിലയിരുത്തുന്ന കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ കൂടി നോക്കിയാണ്. ആ അർത്ഥത്തിൽ വിലയിരുത്തി വന്നാൽ BJP-യുടെ സാധ്യത എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ശരി, ശ്രീ ഷാബു പ്രസാദ്, പാലക്കാട്ടെ ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറയുന്നു ശോഭാ സുരേന്ദ്രൻ വിന്നബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇത് അവരുടെ സാധ്യതകളെ കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? പിന്നെ ശോഭ പറയുന്ന ഈ കാര്യം കൊടുക്കാൻ ശ്രമിച്ചു, നമ്മൾ അതിലേക്കൊരു വിശ്വാസ്യത കൊടുക്കേണ്ടതുണ്ടോ? ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ. നോക്കൂ മഞ്ജുഷേ, ഇവിടെ പലപ്പോഴും ഇതിനു മുമ്പും നമ്മൾ ഈ ദൃശ്യങ്ങൾ വെച്ചുള്ള കളികളൊക്കെ ധാരാളം കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപിക്കെതിരെയും ദൃശ്യങ്ങൾ വെച്ചുള്ള കുറച്ച് കളികൾ ഇവിടെ ഉണ്ട്. സുരേഷ് ഗോപി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു കോലാഹലം നമ്മളിവിടെ കണ്ടതാണ്. എത്ര വലിയ മാധ്യമങ്ങൾ ആഘോഷിച്ചൊരു സംഭവമാണത്. സുരേഷ് ഗോപിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മാധ്യമങ്ങളുടെയും ഈ പറഞ്ഞ പോലെ പ്രതിയോഗികളുടെയും ഏറ്റവും വലിയ ടാർഗറ്റ്. ഏതെല്ലാം ലെവൽ വരെ പോകാൻ പറ്റുമോ അത് മുഴുവനും പോയി. അവിടെ എന്താണ് ലൂർദ് മാതാവിന് കൊടുത്ത കിരീടത്തിൽ ചെമ്പാണ്. ഇങ്ങനെയുള്ള ഏറ്റവും ഞാൻ ഇതിന് കുറ്റം പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത്ര വിശുദ്ധവും പിന്നെ എന്താണ് സാത്വികവും ഒന്നുമല്ല. അതായത് നത്തിങ് ഇസ് റോങ് ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏത് ലെവലും സ്വീകരിക്കാം, അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂ നോർമലായി മാറിയിട്ട് കാലങ്ങളായി. താങ്കൾ എന്താണ് അതിൽ കാണുന്നത്? ശോഭയെ കൊടുക്കാനായിട്ടുള്ള എന്ത് ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു വയോധികയുടെ വോട്ടിന് വേണ്ടി അവർ വോട്ട് ചെയ്യാൻ പോകുന്നു തന്നെ ഉറപ്പില്ല, കാര്യം അത്ര വയ്യ അവർക്ക്. അതിനുവേണ്ടി 5000 രൂപ കൊണ്ട് കൈക്കൂലി കൊടുക്കാനും മാത്രം വിട്ടുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ലായിരിക്കാം. ഇനി ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇനി അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകട്ടെ, അത് ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.